ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ പതിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം ചിന്തിക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നാം എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. നിങ്ങൾ മോശമായ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ മോശമായ അവസ്ഥയുടെ വേര് കണ്ടുപിടിക്കാനാവും. നിങ്ങൾക്കൊരു മോശമായ മനോഭാവമുണ്ടെങ്കിൽ, ഒരിടത്തിരുന്ന് നിങ്ങളെക്കുറിച്ച് സഹതപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ വേര് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു സത്യം പറയട്ടെ, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിന്തിക്കില്ല. എന്നാൽ സാത്താനെ അനുവദിച്ചാൽ അവനത് ചെയ്യും. നിങ്ങൾ അലസരാണെങ്കിൽ അവൻ എല്ലാത്തരം ചവറുകളും നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കും. പഴയ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നത് അറിയില്ലേ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നിങ്ങളുടെ മനസ്സിൽ ചവറുകൾ നിറയ്ക്കാൻ അനുവദിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷിക്കാനാവാത്ത ഒരു ജീവിതമായിരിക്കും. അത് ശരിക്കും ദുരിതം തന്നെയല്ലേ, ദുരിതപൂർണം. എന്ത് ചെയ്യണമെന്ന് ദൈവം നമുക്ക് കാണിക്കും, പക്ഷെ നമുക്ക് വേണ്ടി അവനത് ചെയ്യില്ല. അവനത് നമുക്ക് ചെയ്യില്ല. നമുക്ക് ബലം നൽകും, നമ്മെ അവൻ ഓർമ്മിപ്പിക്കും. നമ്മെ കുറ്റപ്പെടുത്താൻ അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും, നമ്മെ പഠിപ്പിക്കാൻ അവൻ ഗുരുക്കന്മാരെ നൽകും. പക്ഷേ നിങ്ങൾ മാത്രം ചുമതല ഏറ്റെടുക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. അതാണ് ഒടുവിലത്തെ പ്രവർത്തനം. ഒരു കാര്യം ഓർമ്മ വേണം, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകാതെ ദൈവം ഒന്നും ചെയ്യാൻ നിങ്ങളോട് പറയില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയരുത്. അത് മഹാവിഡ്ഢിത്തമാണ്. കാരണം അത് ചെയ്യാനാവില്ലായിരുന്നെങ്കിൽ ദൈവം അത് ആവശ്യപ്പെടില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്നിൽ സ്നേഹം നിറയ്ക്കാതെ സ്നേഹത്തിൽ നടക്കാൻ ദൈവം പറയില്ലെന്ന് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്. റോമർ 5 പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടെന്ന്. എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, അതിനാൽ അതെങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്നേ ഞാൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണവും ഉപദേശ സ്വീകരണത്തിലൂടെയുമാണ്. അതൊരു പ്രക്രിയയാണ്. ദൈവം എനിക്ക് കഴിവ് നൽകാതെ ഒരിക്കലും എന്നോട് ക്ഷമയോടെയും കഷ്ടങ്ങൾ സഹിക്കാനും പറയില്ല. ഇത് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പലപ്പോഴും കബളിപ്പിക്കാറുണ്ട്. എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, എന്നെക്കൊണ്ടതിന് കഴിയില്ല, എന്നെക്കൊണ്ടത് ചെയ്യാനാവില്ല. അതിനാൽ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും വ്യക്തമായി കേൾക്കണം. ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. നമുക്കിങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടമാണെന്നറിയാം. എനിക്കത് ചെയ്യാനാവില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നെ കാണിച്ചപ്പോൾ എൻ്റെ കണ്ണ് തുറക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, അത് നിനക്ക് സാധിക്കും. പറ്റില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെടില്ലായിരുന്നു. അതിനാൽ അത്തരം ഒഴിവ് കഴിവുകൾ നിർത്തിയത് എന്നെ സഹായിച്ചു. ദൈവം പറയുന്നത് എനിക്ക് ചെയ്യാനാവുമെന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കി. അത് ചെയ്യാനുള്ള കഴിവ് അവൻ എനിക്ക് നൽകുമെന്നും. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിയായി ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. നിങ്ങൾക്കത് ചെയ്യാനുള്ള തീക്ഷ്ണത താനേ ഉണ്ടാവും. നിങ്ങൾ വായിച്ച് പഠിച്ച് ചിലതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാൻ തയ്യാറാവണം. അതിനാൽ ഒരിടത്തിരുന്ന് നിങ്ങളെല്ലാം മനഃപാഠമായി പറയണം എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു വചനത്തിൽ കൂടുതൽ ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സത്യം ഞാൻ പറയട്ടെ, ഞാൻ ഒരിടത്തിരുന്ന് വേദവചനങ്ങൾ കാണാപ്പാഠമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ എനിക്കവ പലതും നന്നായിട്ടറിയാം. എന്നോട് അടുത്ത കാലത്ത് ആരോ ഒരാൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ TV-യിൽ കാണാതെ പറയുന്ന ഈ ദൈവവചനങ്ങൾ മുഴുവനും ടെലിപ്രോംപ്റ്ററിലോ മറ്റോ കണ്ടിട്ടാണോ പറയുന്നത് എന്ന്. ഞാൻ അല്ലെന്ന് പറഞ്ഞു. അയാൾ വാസ്തവത്തിൽ ശക്തനായ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ പ്രോഗ്രാം കുറച്ചെന്തോ കണ്ടതുകൊണ്ട് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അയാൾ അത് ചോദിച്ചത്. അത് ടെലിപ്രോംപ്റ്ററുടെ സഹായത്തിലല്ല പറയുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞു, അതോ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷം 30ഓളമായി. നിങ്ങളിൽ ചിലർ നിങ്ങളോട് സത്യസന്ധത പുലർത്തണം. നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെന്ന് സാത്താൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കാം. നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, കാരണം അത് നിങ്ങളിലുണ്ട്. ദൈവവചനം കേൾക്കാൻ പോകുമ്പോഴെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി കാതു തുറന്ന് അത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോഴെല്ലാം നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് അത് കേൾക്കാനിടയാവും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം അത് നൽകും. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് മുഴുവനും ഈ സെഷനിൽ ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കണം എന്ന് തോന്നി. ഞാൻ പലതരത്തിൽപ്പെട്ട ചിന്തകൾ ചിന്തിച്ചു. ദൈവം ഒരു ഉദ്ദേശത്തോടെ വിവിധ കാര്യങ്ങൾ ചിന്തിക്കാൻ എന്നെ പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ അത് ശക്തിയെ കൊണ്ടുവന്നിട്ട് എൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായി മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളിലൊന്ന്, ദൈവത്തോടൊത്ത് എനിക്ക്
നേരായ നിലനിൽപ്പുണ്ടെന്ന ചിന്തയാണ്. ദൈവം എന്നോട് കോപിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ സ്വീകരിക്കുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഭയത്തിന് തല കുനിയുകയില്ല എന്നുള്ളത്. നിങ്ങൾ മുൻകൂട്ടി മനസ്സുറപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? കൊലോസിയർ 3:2 പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ ഉള്ളതിനെ അന്വേഷിപ്പിൻ. അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി മനസ്സുറപ്പിച്ചാൽ പരിതസ്ഥിതികൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. വികാരങ്ങൾ നിങ്ങളെ വല്ലാതെ തളർത്തുമ്പോൾ കാത്തിരുന്ന് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ലക്ഷ്യത്തോടെ ചിന്തിക്കുക. ഇതിനെയാണ് ഞാൻ ചിന്തയുടെ സെഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ഒരു കസേരയിൽ ഇരിക്കും, അഥവാ ജോലിക്കായി കാറോടിച്ചു പോകുമ്പോഴോ ഷവറിൽ കുളിക്കുമ്പോഴോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ പുതുപ്പിക്കുക മാത്രമല്ല, നിരന്തരം പുതുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്ന് നിങ്ങൾ അറിയും. എനിക്ക് ദൈവത്തോട് നേരായ നിലപാടുണ്ട്. ഇത് ദിവസവും 20 പ്രാവശ്യം ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ വെറും കുഴപ്പമാണ്, ഒന്നും നേരായി ചെയ്യാൻ എനിക്കാവില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മെച്ചമല്ലേ? അത്തരം ചവറുകൾ ചിന്തിക്കുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പ്രതികൂലമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എളുപ്പമാവുന്ന എന്തുകൊണ്ടാണ്? അത്തരം ചിന്തകൾക്കായി നമ്മൾ ശ്രമിക്കുകയേ വേണ്ട, അങ്ങനെയല്ലേ? അത് സ്വയമേ വരും. ദിവസവും 20 പ്രാവശ്യമെങ്കിലും ഞാൻ ഭയത്തിന് മുന്നിൽ മുട്ടുകുത്തില്ലെന്ന് 20 പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ ഭയത്തിൻ്റെ മേൽ എത്ര പ്രാവശ്യം നമുക്ക് ജയിക്കാനാവുമെന്ന് ഓർത്തു നോക്കൂ. ഭയം സദാസമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് ഭയത്തോടെ ചെയ്യേണ്ടി വന്നാലും ദൈവം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം എന്തെന്നാൽ, നാലാമത്തെ 1 മിനിറ്റ് കൊണ്ട് പറയട്ടെ. ഞാൻ നാലാമതായി പറയാൻ പോകുന്ന കാര്യം ഫിലിപ്പിയർ 4:13 അതുകൊണ്ട് നമുക്കത് വായിക്കാം. ഇതൊരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നെ ശക്തീകരിക്കുന്ന യേശുവിൽ കൂടി ഞാൻ സകലത്തിനും മതിയാവുന്നു. ഇന്ന് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ശക്തമായ കാര്യം ഇതാണ്. ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നാലും എനിക്കത് ചെയ്യാനാവും. ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്യും. എൻ്റെ കൂടെ ഇത് പറയാമോ? ചെയ്യാനാവും. നമുക്കതിൽ തുടങ്ങാം. എനിക്ക് ചെയ്യാനാവും. എന്ത് ചെയ്യാനുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനാവും. ഞാൻ എന്ത് ചെയ്യേണ്ടതായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ. വാസ്തവത്തിൽ ഇതൊരു പ്രാവശ്യം കൂടി പറയാമെന്ന് തോന്നുന്നു. TV പ്രേക്ഷകരോടും ഞങ്ങളോടത്ത് പറയാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. വീട്ടിൽ വെച്ച് കാണുകയാണെങ്കിലും ഇത് മണ്ടത്തരമായി തോന്നിയാലും ഉറക്കെ ഞങ്ങളോടത്ത് പറയൂ, എനിക്ക് ചെയ്യാനാവും. എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ജീവിതത്തിൽ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരാണെന്ന ചിന്ത നിങ്ങൾ കെട്ടിപ്പടുത്താൽ കീഴടങ്ങുന്ന, നിരുത്സാഹപ്പെടുന്ന പല സമയങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുന്നോട്ട് തള്ളിക്കയറേണ്ട സമയങ്ങളിൽ അറ്റത്തെത്തുമ്പോൾ കഠിനമാണെന്നും ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോഴും ധാരാളം ജനങ്ങൾ ശരിയായ ദിശയിലേക്ക് തുടക്കം കുറിക്കാറുണ്ട്. ഞായറാഴ്ച ലഞ്ച് കഴിച്ച ശേഷം ഡയറ്റിംഗ് എളുപ്പമായിരിക്കും. ഇതൊരു വെല്ലുവിളിയല്ല. എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കൂട്ടുകാരുമൊത്ത് ലഞ്ചിന് പോകുമ്പോൾ അവർ ചീസ് കേക്ക് ഓർഡർ ചെയ്യുമ്പോഴുള്ള സ്ഥിതി എന്താണ്? അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, എനിക്കിത് വേണ്ടെന്ന് പറയാനാവില്ല, ഇത് വളരെ കഠിനമാണ്. എന്നാൽ ഈ ചിന്ത നിങ്ങളിൽ കെട്ടിപ്പടുക്കുകയാണെങ്കിലോ, എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് ചെയ്യാനാവും, ഞാനത് തീരുമാനിച്ചു. ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എന്തിനൊക്കെ കഴിവുണ്ടെന്ന് അറിയാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾ സാധാരണയായി അവരുടെ കഴിവുകളുടെ 2, 3, 4% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ കഴിവിനെ കൂടുതൽ ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ സ്വന്തം ചിന്തയിൽ നമ്മെ തന്നെ തോൽപ്പിക്കുന്നു. ഇതെനിക്ക് കൂടുതലാണ്, ഇതെനിക്ക് മഹാകഠിനമാണ്, എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, ഇത് മഹാകഠിനമാണ്, ഇത് അധികമാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് മാറ്റിയാൽ ഇങ്ങനെ പറയാൻ ആരംഭിക്കും, ജീവിതത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും, കാരണം ദൈവം എന്നെ ശക്തീകരിക്കും. ഞാൻ ദൈവത്തിൻ്റെ ബലത്തിലും ശക്തിയിലും ശക്തിമാനാണ്. അവൻ എന്നോട് ചെയ്യാൻ പറയുന്നത് എന്തും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിന് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് മാത്രമല്ല, ആ തീരുമാനത്തിൽ തുടരുകയും വേണം. വിജയത്തിൻ്റെ സമയത്തിൽ എത്തിച്ചേരണമെങ്കിൽ കഠിനമായ സമയങ്ങളിലൂടെ കടക്കാനുള്ള
സന്നദ്ധതയും ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാനൊരു ലളിതമായ ഉദാഹരണം പറയാം. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏത് വിഭാഗത്തും ഉപയോഗിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ 64ാം പിറന്നാൾ ആഘോഷിക്കുകയുണ്ടായി. ഞാൻ ഒരിക്കലും വ്യായാമം എൻ്റെ ജീവിതത്തിൽ കാര്യമായി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ചൊക്കെ നടന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതായത് എൻ്റെ ദേഹസ്ഥിതി കുഴപ്പമില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു, ചില ചെറിയ വ്യായാമങ്ങൾ. പക്ഷെ കഴിഞ്ഞ ഡിസംബറിൽ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചതായി എനിക്ക് തോന്നി. നീ ഏതാനും വർക്കൗട്ട് പ്രോഗ്രാം കാര്യമായിട്ട് എടുത്തേ പറ്റൂ, എങ്കിലേ നിന്റെ യാത്രയിലെ അവസാന ഘട്ടം ശക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇപ്പോൾ തന്നെ അത് ചെയ്യണം. നീ അത് കുറേ കാലമായി തള്ളിക്കളയുന്നു. ഇനിയെങ്കിലും നീ അത് ചെയ്യണം, എങ്കിലും നിന്റെ ജീവിതയാത്രയുടെ അവസാന ഘട്ടം ശക്തമാക്കാൻ സാധിക്കൂ. എൻ്റെ ആഹാരക്രമം നല്ല നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ചില ഒഴിവ് കഴിവ് നടത്തി. എല്ലാവരും പറയൂ, ഒഴിവ് കഴിവ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ജിമ്മിൽ പോവാമെന്ന് സമ്മതിക്കാൻ തയ്യാറല്ലാതെ ഞാൻ പല ഒഴിവ് കഴിവുകളും പറഞ്ഞിരുന്നു. കാരണം എൻ്റെ യാത്ര പട്ടികയായിരുന്നു. അതെങ്ങനെയാണ് എനിക്ക് ചെയ്യാനാവുക? വ്യായാമത്തിന് യാതൊരു സാധ്യതയുമില്ല. ചിലപ്പോൾ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നതായി തോന്നും, പക്ഷെ അതെങ്ങനെ ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിന് സാധിക്കില്ല എന്നത് അത്ഭുതകരം തന്നെയാണ്. അതിനായി കാലെടുത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു കാണുമ്പോൾ അത്ഭുതപ്പെടും. ഹലോ, പല സമയങ്ങളിലും ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ അതിനൊരു ഉടമ്പടി എടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ, ദൈവമേ, ഈ കാര്യം ചെയ്യാൻ നീയാണ് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്യും. ഞാൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഞാനൊരു തീരുമാനമെടുത്തു. ശരി, എനിക്ക് എന്താണ് ചെയ്യാനാവാത്തത് എന്നതിൽ ശ്രദ്ധിക്കുന്നതിന് പകരം, അത് ചെയ്യാനാവാത്ത ദിവസങ്ങൾ പാഴാക്കുന്നതിന് പകരം എനിക്ക് ചെയ്യാനാവുന്നത് ചെയ്യാൻ ഞാൻ ആരംഭിക്കും. അതുകൊണ്ട് ധാരാളം വിലമതിപ്പുണ്ടാവും. നിങ്ങൾക്ക് കൊടുക്കാനാവുന്നത് കൊടുക്കൂ, നിങ്ങളാൽ ചെയ്യാനാവുന്നത് ചെയ്യൂ, നിങ്ങളാൽ കഴിയുന്നത്ര പ്രാർത്ഥനയ്ക്കായി സമയം ചിലവാക്കൂ. സാത്താൻ പലപ്പോഴും നമ്മിൽ നിന്ന് പലതും മോഷ്ടിക്കുന്നു. കാരണം ചില കാര്യങ്ങൾ നമുക്ക് തികവായി ചെയ്യാനാവില്ലെന്ന് നാം കരുതും. അങ്ങനെ നാം ഒന്നും ചെയ്യാതിരിക്കുന്നു, അല്ലേ? അങ്ങനെ എനിക്ക് ജീവകാലം മുഴുവൻ മുതുകിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അരയ്ക്ക് കീഴ്പോട്ട്, തോളുകളുടെ എല്ലുകൾക്കിടയിലും. ഇവയൊന്നും എന്നെ കിടപ്പിലാക്കുന്നവയല്ലായിരുന്നു. പക്ഷേ എപ്പോഴും ഇതുമായി ഞാൻ പോരാടേണ്ടി വരുമായിരുന്നു. എപ്പോഴും ചില കാര്യങ്ങൾ പോരാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കില്ലേ? എൻ്റെ മുതുക് ശരിക്കും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ അതിന് വേണ്ടതുപോലെ നോക്കിയില്ല. അതേസമയം എൻ്റെ പ്രായമാകുമ്പോൾ നല്ല ബലമുള്ള ഉറച്ച മുതുകില്ലാതെ ഹൈ ഹീൽസും ഇട്ടുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ മേലെയും താഴെയും തുള്ളാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഞാൻ എപ്പോഴും സ്തോത്രഗീതങ്ങൾ പാടുമ്പോൾ അതിൻ്റെ കൂടെ തുള്ളിച്ചാടാൻ വളരെ ഇഷ്ടപ്പെടാറുണ്ടെന്ന് അറിയാമല്ലോ, അല്ലേ? എന്നാൽ ഞായറാഴ്ച രാവിലെ സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ എനിക്ക് തോന്നും, എന്നെക്കൊണ്ട് ഇനി പറ്റില്ല. വേണമെങ്കിൽ ഞാൻ അതിനു വേണ്ടി വ്യായാമം ചെയ്യുമെന്നൊരു തീരുമാനമെടുക്കണം. ശരി, എൻ്റെ ശരീരം ഞാൻ അളവോടെ വയ്ക്കും. ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ശരീരത്തിന് വടിവുണ്ടാക്കണം. അങ്ങനെ ഞാൻ ചില വിഡ്ഢിത്തങ്ങൾ ചെയ്യും. കണ്ണാടിയിൽ നോക്കി തീരുമാനിക്കും ഞാൻ ജമ്പിംഗ് ജാക്സിനെ പോലെയാവും. എന്നിട്ട് ഞാൻ ബാത്റൂമിലെ മാർബിൾ ഫ്ലോറിൽ നിന്നുകൊണ്ട് 20 പ്രാവശ്യം മുകളിലേക്കും താഴേക്കും തുള്ളും. അടുത്ത ദിവസം എന്താണെന്നോ ശരിയാവാത്തതെന്ന് അതിശയിക്കും. കാരണം എനിക്ക് നടക്കാനേ വയ്യ. നമ്മൾ ശരിയായ രീതിയിൽ കൂടി പരിശീലിച്ച് ശരിയായി ചെയ്യാൻ തയ്യാറാവാത്തത് അത്ഭുതമായി തോന്നുന്നില്ലേ? പറയൂ സഭയെ. ഇത് നമുക്ക് ഏതിലും ഉപയോഗിക്കാവുന്നതാണ്. കടത്തിൻ്റെ കാര്യത്തിലും, വ്യായാമത്തിലും, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലും, കുടുംബജീവിതം നേരെയാക്കുന്നതിലും, എല്ലാറ്റിലും. ഞാനിവിടെ ഒരു ഉദാഹരണം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സത്യം പറയട്ടെ, എൻ്റെ ഈ വയസ്സിൽ ഭാരിച്ച ഷെഡ്യൂളിൻ്റെ കൂടെ വർക്കൗട്ട് പ്രോഗ്രാമും കൂടി നടത്തിക്കൊണ്ട് പോവുക എന്നത് എൻ്റെ മനസ്സിന് ശരിക്കും ഉത്സാഹം നൽകി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിത് ചെയ്യാനാവും, എനിക്കിത് ചെയ്യാനാവും. എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്തായാലും എനിക്കത് ചെയ്യാനാവും. ഇനി നമുക്ക് ഈ വചനം നോക്കാം. നിങ്ങളിത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ എല്ലാറ്റിനും മതിയായവനാകുന്നു. എൻ്റെ ഉള്ളിൽ ശക്തി നൽകുന്ന യേശു മുഖാന്തരം എന്തിനും ഏതിനും ഞാൻ മതിയായവനാകാൻ ഒരുക്കമാണ്. യേശുവിൻ്റെ പര്യാപ്തതയിൽ ഞാൻ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഏറ്റവും അത്ഭുതകരമായ വചനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തിനും തയ്യാറായിരിക്കുന്നു. ഞാൻ എല്ലാറ്റിനും സമമാണ്. എനിക്കൊന്നും തന്നെ കഠിനമാണെന്ന് തോന്നുന്നില്ല. കസേരയിൽ എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ എത്ര പേർ ഈ പറഞ്ഞതുപോലെയുള്ള ചിന്തകൾ കൂടുതൽ ചിന്തിക്കണമെന്നും ഇത് വളരെ കഠിനമാണ്, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്കിത് മഹാകഠിനമാണെന്ന് ചിന്തിക്കുന്നത് കുറയ്ക്കണം എന്ന് കരുതുന്നുണ്ട്? പറയൂ.
ഞാൻ ഒന്ന് പറയട്ടെ, വീണ്ടും ജനിച്ച വിശ്വാസി എന്ന നിലയ്ക്ക് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവരായ നിങ്ങൾക്ക് ആർക്കും തന്നെ ദൈവം നിങ്ങൾ നയിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അവയൊന്നും നിങ്ങൾക്ക് കഠിനമായിരിക്കില്ല. എന്നാൽ നിങ്ങൾ മനസ്സ് സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കുന്നതാണ്. ഞാനിത് നിങ്ങളോട് ഇപ്പോൾ തന്നെ പറയാൻ കാരണം ഇനിയും വൈകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. ആ നുണയും സാത്താൻ ഇഷ്ടമാണ്. നീ കുറെ കാലമായില്ലേ കാത്തിരിക്കുന്നു, ഇനി സമയം വൈകി, ഒരു പ്രയോജനവുമില്ല. ഒന്നിനും. നിങ്ങൾ പറയും എൻ്റെ കുടുംബജീവിതം ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ വീട് വൃത്തിയാക്കാൻ നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല, എല്ലാം എത്ര വലുതാ, അതിലൂടെ നടന്നു പോകുമ്പോൾ തികച്ചും ഞാനത് കണ്ട് അത്ഭുതപ്പെടും. ഈ കടത്തിൽ നിന്ന് വിമോചനം ലഭിക്കാൻ എനിക്ക് ഒരു മാർഗവുമില്ല, അല്ലെങ്കിൽ ഈ ബന്ധം ഇനി നേരെയാക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ കരുതും ഒരു കാര്യം ചെയ്യാം, ഈ ബന്ധം ഒഴിവാക്കി പുതിയൊരെണ്ണം ആരംഭിക്കാമെന്ന്. പക്ഷെ നിങ്ങളതിൽ പ്രവേശിക്കുന്ന പോലെ തന്നെ പുറത്ത് കിടക്കും. അതിനാൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ ബുദ്ധിയില്ലാത്ത നിങ്ങൾക്ക് മറ്റൊരു ബന്ധത്തിൽ കിടക്കുമ്പോഴും ബുദ്ധി ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ അത് നിങ്ങളുടെ ശരീരത്തിന് വടിവുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതം തോന്നാതിരിക്കില്ല. അതുകൊണ്ട് ഞാനും കഴിഞ്ഞ ഡിസംബറിൽ വർക്കൗട്ട് പ്രോഗ്രാം സാധാരണ പോകാറുള്ള കെറോപ്രാക്ടറിൻ്റെ അടുത്ത് വീണ്ടും പോകാൻ ആരംഭിച്ചു. അയാൾ മസിൽസിൽ വളരെ സമർത്ഥനാണ്. ലോകമെങ്ങുമുള്ള ഒളിമ്പിക് ടൈപ്പ് ട്രെയിനേഴ്സിനെ കൊണ്ട് ഒരു ജിം തുടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹം ഈ വർക്കൗട്ടിനെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ ഭർത്താവും എന്നെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അതുപോലെ ദൈവവും എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കരുതി 3 പേരുടെ നിർബന്ധം തന്നെ വിജയിക്കട്ടെ എന്ന്. വർക്കൗട്ട് ചെയ്യാനായി ജിമ്മിൽ പോകാമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സൈൻ ചെയ്തു, അവിടെ പോകാൻ തുടങ്ങി. എൻ്റെ കോച്ചിനെ കാണാൻ നടൻ വിൻ ഡീസലിനെ പോലെ ഉണ്ടാവും. അദ്ദേഹവും ഞാനും കൂടിയുള്ള പരിശീലനം കാണേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഉണ്ടാവും, ധാരാളം മസിൽസ് ഉണ്ട്, നടത്തം ഇങ്ങനെയായിരിക്കും. എന്നാൽ ഞാൻ കരുതി 64 വയസ്സുള്ള ഒരു പുരോഹിതയ്ക്ക് പരിശീലനം നൽകുന്നതിൽ അദ്ദേഹത്തിന് ആവേശമുണ്ടായിരുന്നിരിക്കാമെന്ന്. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും നന്നായി പൊരുത്തപ്പെട്ടു. ഇദ്ദേഹത്തെ കൂടാതെ എനിക്ക് മറ്റൊരു കോച്ചും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം കാനഡയിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ 2 ആഴ്ച മുൻപ് വേറൊരു കോച്ചിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹമാണ് വിൻ ഡീസലിനെ പോലെയുള്ളത്. അദ്ദേഹം എനിക്ക് പുതിയൊരു ട്രെയിനിങ് നൽകി, സർക്യൂട്ട് ട്രെയിനിങ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ ഞാനത് വേഗം മനസ്സിലാക്കിയെടുത്തു. മൊത്തം 5 എക്സസൈസ്, അത് പെട്ടെന്ന് ഒറ്റയടിക്ക് 5ഉം ചെയ്യേണ്ട ഒരു വ്യായാമമാണ്. അതിന് മൊത്തം ആ 35 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്താൻ പാടില്ല. പക്ഷെ 30 സെക്കൻഡ് കൊണ്ട് 2 വായ ഞാൻ വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹം എന്നെ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന്. മൊത്തത്തിൽ 35 മിനിറ്റ് കൊണ്ട് ഞാൻ ഓരോ കാലിലും 75 ലഞ്ചസ് വീതം ചെയ്തു. ബെഞ്ച് പ്രസ്സസ് 100 എണ്ണം ചെയ്തു. ഡംബൽ ഡെഡ് ലിഫ്റ്റ്സ് 75 പ്രാവശ്യം ചെയ്തു. അതെന്താണെന്ന് അറിയുന്നവർക്ക് മനസ്സിലാകും, അവർക്കതറിയാം. നിങ്ങൾ ചിന്തിക്കും, ഓ ഡംബിൾ അല്ലേ, ശരി. ഞാൻ 75 ആബ് ക്രഞ്ചസും 75 പുള്ളി എക്സസൈസും ചെയ്യുകയുണ്ടായി. എനിക്ക് ശരീരമാസകലം വേദനിച്ചു. ആ വേദന എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എൻ്റെ മകൾ എന്നേക്കാൾ മുൻപ് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കതിന് പറ്റില്ല. ഞാൻ കോച്ചിനെ കണ്ടപ്പോൾ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാൻ ശ്രമിക്കരുത്, കാരണം എനിക്കതിന് പറ്റില്ല. ഞാനിത് 4 മാസം മുൻപ് മാത്രമാണ് ആരംഭിച്ചതെന്നറിയാമോ? എനിക്ക് ശരിക്കും ഒരു വിഭ്രാന്തിയായിരുന്നു. എന്നെക്കൊണ്ട് അത് ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇതാണ്, വെറുതെ മനസ്സ് പതറരുത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഞാൻ ലോകത്തെല്ലായിടങ്ങളിലും ജനങ്ങളെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നവളാണെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ തടയാൻ മനസ്സിനെ അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങൾ മനസ്സ് വെച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ സിദ്ധാന്തം ഇതാണ്, ഒഴിവ് കഴിവുകളില്ല, ഫലം മാത്രം. ശരി, അപ്പോൾ ഞാൻ കരുതി ഈ കാര്യത്തിൽ ഞാൻ മനസ്സ് ദൃഢപ്പെടുത്തും, എന്നെക്കൊണ്ട് ഇത് സാധിക്കും. ഞാൻ ആഴ്ച മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കിത് ചെയ്യാനാവും. അതുകൊണ്ട് ഞാൻ ഏകദേശം 4ാമത്തെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പെട്ടെന്ന് തല കറങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് വിയർക്കുന്നു, എനിക്കിങ്ങനെ ഓരോ വ്യായാമങ്ങളും മാറി മാറി ചെയ്യാനാവില്ല. ഞാൻ അയാളോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് വല്ലാത്ത തലചുറ്റൽ, തല കറങ്ങുന്നു. അയാൾ പറഞ്ഞു ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് 4ാമത്തേത് ചെയ്യാമല്ലോ. അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്, 5ാമത്തേത് ചെയ്യേണ്ട. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചലനമുണ്ടായി.
ഞാൻ 4-മത്തേത് ചെയ്തപ്പോൾ കഠിനമായി ശ്വാസം വലിക്കാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇതാണ് അവസാനത്തേതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് പെണ്ണ്. അങ്ങനെ ഞാൻ 5-മത്തേതും ചെയ്തു തീർത്തു. എനിക്ക് സ്വയം അഭിമാനം തോന്നി. ഞാൻ ഒന്ന് പറയട്ടെ, പലരും അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാറുണ്ട്. അവർക്ക് അവരെപ്പറ്റി മോശമായി തോന്നാനുള്ളതിന്റെ കാരണം അവർ തുടങ്ങിയത് അവസാനിപ്പിക്കാത്തതാണ്. അവർ നടുവിൽ കയറി പറ്റും, എന്നിട്ട് വിട്ടുകളയും. എന്നിട്ട് അവർ സാത്താനെ കുറ്റം പറയും. അതിന് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം മോശമായ ചിന്തകളാണ്. അതേസമയം എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഞാൻ ഉദാഹരണമാക്കാറുണ്ട്. എല്ലാവരോടും ആഴ്ചയിൽ 3 പ്രാവശ്യം ജിമ്മിൽ പോകണമെന്ന് നിർബന്ധിക്കുകയല്ല ഞാൻ. നിങ്ങൾക്കതൊരു പക്ഷേ ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. അതായത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ കാര്യം എന്തായാലും അതിൻ്റെ തത്വങ്ങളെ നിങ്ങളോട് പങ്കിടുന്നു എന്ന് മാത്രം. അതൊരു പക്ഷേ നിങ്ങളുടെ ഗ്യാരേജ് വൃത്തിയാക്കുന്നുമാവാം. അതിനെക്കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയൂ. ദിവസവും നിങ്ങൾ അതിൽ കടക്കുമ്പോൾ പറയും, ഓ നാളെ ആകട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു, എല്ലാറ്റിനും തയ്യാറാവുന്നു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾ അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് അർത്ഥം. റോമർ 8:37. ഇപ്പോൾ തന്നെ നിങ്ങൾക്കുള്ളിൽ ഒരു അഗ്നി കത്തുന്നതായി തോന്നുന്നുണ്ടാവും. ഞാനിന്ന് രാവിലെ അത് വീശി കത്തിക്കുകയാണ്. നന്ദി. റോമർ 8:37 നോക്കൂ, എത്ര മനോഹരമാണിത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരമാണ് ജയം. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ജേതാവിനേക്കാൾ മികച്ചവൻ എന്നാൽ എന്താണ് അർത്ഥമെന്നറിയാമോ? ജേതാവ് എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങനെയാണ് ജേതാവിനേക്കാൾ നിങ്ങൾ മികച്ചവരാവുക? അതിനെക്കുറിച്ച് ഞാൻ പല വർഷങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള ഉത്തരം ദൈവം തന്നത് ഇതാണെന്ന് തോന്നുന്നു. ആർക്കും അതിനെ വിശാലമാക്കാൻ സാധിക്കില്ല. പക്ഷേ ജേതാവിനേക്കാൾ മികച്ചവരെന്നാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും യേശുക്രിസ്തുവിലൂടെ അത് കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ വിജയം വരിക്കും എന്ന് നിങ്ങൾ അറിയും. അതുകൊണ്ട് ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്. അറിയാത്തതിനെയും ഭയപ്പെടരുത്. പരിതസ്ഥിതികളിൽ എന്താണ് സംഭവിക്കുക എന്ന് ഭയന്ന് നിങ്ങൾ ജീവിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ അടിത്തറ പാകി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല, ക്രിസ്തുവിലൂടെ ഞാൻ എല്ലാറ്റിനും തയ്യാറാണ്. എൻ്റെ ഉള്ളിലേക്ക് ശക്തി പകരുന്ന അവനിലൂടെ ഞാൻ എല്ലാറ്റിനും മതിയവൻ ആകുന്നു. ഞാനൊന്ന് പറയട്ടെ, ഈ ശക്തമായ ചിന്ത നിങ്ങൾ ഒരു ദിവസം പല പ്രാവശ്യം ചിന്തിച്ചു കൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപ് ബെഡിൽ കിടന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ വീണ്ടും 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 ഇത് ചിന്തിക്കുക. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യും. ഇന്നത്തെ ദിവസത്തിൽ എന്തെല്ലാമാണ് വരിക എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് എന്തൊക്കെ ആയാലും ശരി, ഞാൻ അതിന് തയ്യാറാണ്. എനിക്കതിനുള്ള ഉത്തരം അറിയേണ്ടതില്ല, കാരണം ഞാൻ അറിയേണ്ടതായ എല്ലാം അറിയുന്ന ഒരുവനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ന്യായാധിപന്മാർ 6 എടുക്കൂ. നിങ്ങൾക്ക് ഞാൻ ആവേശം പകരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ആവേശമുണ്ട്. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ല രസകരമായ കഥയാണ്. ഏകദേശം 2 മാസം മുൻപ് ഞാൻ ആദ്യമായി വർക്കൗട്ട് ആരംഭിച്ചപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ കാലിൻ്റെ പുറകുവശം ചൊറിഞ്ഞപ്പോൾ ഒരു മുഴ. ഞാൻ കരുതി, ഓ അത് ദശയായിരിക്കുമോ? ഞാൻ പറയുന്നത് സത്യമാണ്. ഉടനെ അടുത്ത കാലം തൊട്ട് നോക്കി, എന്നിട്ട് കരുതി ആ കാലിലും ഒരു മുഴയുണ്ട്. അതിനുശേഷം മനസ്സിലായി അതൊരു മസിലാണ്. എനിക്ക് മസിലുണ്ടായിരിക്കുന്നു. ഓ, ഞാൻ ആവേശപ്പെട്ടു. ഞാൻ 5 പേരെ വിളിച്ച് അവരോട് പറഞ്ഞു, എനിക്ക് മസിലുണ്ടായിരിക്കുന്നു. എന്തൊരു ഭംഗിയാണ് നമ്മുടെ കൈകളിൽ ഒരു മസിൽ പൊങ്ങി നിൽക്കുന്നത് കാണാൻ. നല്ല രസമാണല്ലേ?
നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഈ ലോകത്തോട് മുഴുവൻ പറയാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ദൈവം നിങ്ങളെ എന്ത് ചെയ്യാൻ നിർദ്ദേശിച്ചാലും നിങ്ങളിൽ ജീവിക്കുന്ന യേശുവിലൂടെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നറിയാമോ? എന്നാൽ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനായി ചിന്തിക്കേണ്ടി വരും. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കുന്നു. ഒരുവൻ ചിന്തിക്കുന്നത് പോലെ അവനാകുന്നു. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.